നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇലയുടെ അടിയിലും താഴത്തെ ഇലകളിലും നോക്കിയിട്ട് കാര്യമില്ല. എപ്പോൾ നോക്കുമ്പോഴും ഈ കൂമ്പലകളിലൊന്നും വേണം നോക്കാം. അതായിരിക്കണം കണ്ട ഒരു പുഴു കണ്ടാ, ഇവനൊരു പുഴുവാണ് ഈ കാണുന്നത്. ജീവനുള്ള പുഴു തന്നെയാണ്. ഇപ്പം അതല്ല, നിങ്ങൾക്ക് പുഴുവിന് കണ്ടില്ലെന്ന് വിചാരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിന് കൂമ്പ് തുറന്നിരിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഇതുപോലെ കറുത്ത കുത്തുകൾ കണ്ടുണ്ടോ? അത് ഇതിൻ്റെ കാട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കീടനാശിനികൾ സ്പ്രേ ചെയ്യണം. ജൈവമാണെങ്കിൽ ജൈവം, രാസമാണെങ്കിൽ രാസം. ഇതൊക്കെ ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് ജൈവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ശാശ്വതമായിട്ട് പരിഹാരം കിട്ടും. ഇത് സ്പ്രെഡ് ചെയ്ത് ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, ഈ കൂമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാസം ചെയ്തിട്ട് അല്ല ജൈവം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ അതാണ് പറയണത്, ദിവസം ചെന്നിട്ട് ഇതിൻ്റെ ഇലകളുടെ കൂമ്പ് നോക്കാൻ. ഇപ്പോൾ ഇത് ഈ ഇല ചൂരുണ്ടിട്ടാണ് ഇരിക്കണം. ഈ ഇലയുടെ ഉള്ളിൽ നോക്കിയാൽ ഇതിനുള്ളിൽ പുഴുവില്ല, പക്ഷേ ഇതിനുള്ളിൽ കറുത്ത കുത്തുകളുണ്ട്. ഇത് കാട്ടാണ് അതിൻ്റെ. അത് തിന്നിട്ട് ഇടുന്ന കാട്ടാണ്. ഇതിപ്പോൾ 2-3 എണ്ണം ഉണ്ടാവുള്ളൂ. ഇനി കൂടും, എണ്ണം കൂടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. അതാണ് ദിവസം വന്നിട്ട് ഓരോ ചെടിയുടെ ഇലകളും ശ്രദ്ധിക്കാൻ പറയുന്നത്. ചെറുപ്പക്കാരനെ സംബന്ധിച്ച് 3 ഇല വെച്ചിട്ടാണ് ഒരു ദിവസം കയറി വരിക. 2-3 തണ്ട് വെച്ചിട്ടാണ് കയറി വരിക. വളരെ വേഗത്തിലായിരിക്കും ഇതിൻ്റെ വളർച്ച ഒരു പരിധി കഴിഞ്ഞാൽ. ഓക്കെ.